ഭൂഗർഭ അറയും പടുകൂറ്റൻ കിണറുമൊക്കെയുള്ള ഒരു ചരിത്ര ശേഷിപ്പുണ്ട് കോഴിക്കോട്. ഫാറൂഖിലെ അധികമാരും കണ്ടിട്ടില്ലാത്ത ടിപ്പുവിൻ്റെ കോട്ട. ചരിത്ര പ്രാധാന്യത്തിനൊപ്പം വിനോദസഞ്ചാരത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള കോട്ട ടൂറിസത്തിനായി തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുരാവസ്തു വകുപ്പിന്റെ പഠനം നീളുന്നതാണ് ടൂറിസം വകുപ്പിന് കോട്ട ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സം. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുണ്ടെങ്കിലും കോഴിക്കോട് ഫറൂഖിൽ അധികമാരും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമുണ്ട്. ചരിത്രശേഷിപ്പുകൾ അന്ത്യം കൊള്ളുന്ന ഫറൂഖിലെ ടിപ്പു കോട്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് ടിപ്പു കോട്ടയിലെ കീഴറയിലാണ്. ഭൂമിക്കടിയിലാണ് ഈ ഭാഗം വരുന്നത്. തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളും ടിപ്പു കൈക്കൊണ്ടത് ഇവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. കോഴിക്കോട് ടിപ്പുവിന് അവിടെ ഒരു സ്ട്രാറ്റജിക്കൽ തന്ത്രപ്രധാനമായ സ്ഥലം അല്ല എന്ന് തോന്നിയ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവർണറോട് അർഷാദ് ബേഗ് ഖാനോട് പുതിയ ഒരു തന്ത്രപ്രധാനമായ സ്ഥലം കണ്ടെത്താൻ പറഞ്ഞതിൻ്റെ കണ്ടെത്തലാണ് ഈ ഫറൂഖ്. ഇവിടെ സമുദ്ര സാമീപ്യം, ചാലിയാർ പുഴ, അതുപോലെ തന്നെ കുന്നുകളുടെ കുന്നായ ഈ പ്രദേശം മലബാറിൻ്റെ തലസ്ഥാനമാക്കാൻ വേണ്ടിയിട്ടാണ് ടിപ്പു അന്ന് ഇതിനെ ഒരുക്കിയെടുത്തിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഭൂമി ഏറ്റെടുത്ത് ഈ പ്രദേശം വിനോദസഞ്ചാരത്തിന് കൂടി വിട്ടു നൽകണമെന്നൊരാവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള സംഗതികൾ വെച്ചാൽ അയാൾ താമസിച്ചിരുന്ന ഒരു പാലസ് ഉണ്ട്. കൂടാതെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭീമൻ കിണറുണ്ട്. അതായത് 15 മീറ്റർ താഴ്ചയും 10 മീറ്റർ വ്യാസവുമുള്ള വലിയ ഭീമൻ കിണർ. പിന്നെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇവിടെ നിന്നും ചാലിയ മുല്ലക്കലിലേക്ക് തുരങ്കം വഴി പാത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ കോട്ടയുടെ ചുറ്റുഭാഗവും ചാലുകളുണ്ട്. ആ ചാലിലേക്ക് വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കിണറുകൾ. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടും ഒരു ആഭ്യന്തര ടൂറിസത്തിൽ തീർച്ചയായിട്ടും കണ്ണി ചേർക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഫറൂഖിലെ ടിപ്പു സുൽത്താൻ കോട്ട. ലോക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കണ്ണി ചേർക്കാൻ കഴിയുന്നതാണ് ഫറൂഖിലെ ഈ ടിപ്പു കോട്ട. വിനോദസഞ്ചാര വകുപ്പും പുരാവസ്തു വകുപ്പും ചേർന്നാൽ മാത്രമേ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി ഈ കോട്ടയെ ടൂറിസം കേന്ദ്രമാക്കാൻ കഴിയൂ. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് കമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.